ഹലോ ഗുഡ് മോർണിംഗ്. ഏതു ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം മനോരമ സമ്മതിച്ചതിന് ശേഷം മുത്തശ്ശി പറയാണ് നാളെ തന്നെ നമുക്ക് അവിടെ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആകാശിന് ഭയങ്കര സന്തോഷമാണ്. ആകാശ് വന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് വന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ പ്രീതി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രീതിയുടെ അടുത്ത് വന്നിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ പറയണം, എന്തിനാണ് എൻ്റെ ചേച്ചിക്കുട്ടി വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വിഷമിച്ചൊന്നിരിക്കില്ല, അത് മുഖം കണ്ടാൽ തന്നെ അറിയാം, എന്തായാലും ഇനി എൻ്റെ ചേച്ചിക്കുട്ടി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയട്ടോ. എന്താ പെണ്ണെ നീ പറയുന്നതെന്നൊക്കെ പ്രീതി ചോദിക്കും. അതേ നാളെ ഇവിടേക്ക് ഒരു കൂട്ടർ വരും എന്ന് പറയട്ടോ. ആര് എന്ന് ചോദിക്കും. അതൊന്നും ഞാനിപ്പോൾ പറയില്ല എന്ന് പറയട്ടോ. എന്തായാലും ഞാൻ 3 കാര്യം ചേച്ചിനോട് പറയാം, നാളത്തെ ഇവിടുത്തെ ഒരു വിശേഷത്തിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ചേച്ചി ഇനി യാതൊരു കാര്യങ്ങളിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നാളെ ഇവിടേക്ക് ഒരു കൂട്ടർ വരും, അതുപോലെ വേറെ എന്തൊക്കെയോ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രീതിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പ്രീതി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആദ്യം ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെ പ്രീതി അകത്തേക്ക് പോകുമ്പോൾ ശ്യാം അവിടേക്ക് വരാനിട്ട് ശ്യാം ദേഷ്യത്തോട് കൂടി വന്നിട്ട് ശ്രുതി താൻ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അത് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ദേഷ്യത്തോട് കൂടി തന്നെ തിരിച്ച് നോക്കുമ്പോൾ അതല്ല ഞാൻ പിന്നെ ശ്രുതി എവിടേക്ക് പോയെന്ന് ആണ് ചോദിച്ചത്, അതെനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ശ്രുതി പറയും അതെവിടേക്കാണെന്നാണ് ഞാൻ ചോദിച്ചത് ശ്യാമം പറയും. അപ്പോഴേക്കും അമ്മായി അവിടേക്ക് വരികയാണ്. എന്നിട്ട് അമ്മായി ശ്രുതിനെ പിടിച്ച് വലിച്ചിട്ട് ശ്യാമോനെ ഒരു മിനിറ്റ് ഇപ്പോൾ വരാട്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ പ്രമീളയും ഉണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടി നീ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മായിനോട് പറഞ്ഞിട്ടില്ല പോയത്, ഇപ്പോൾ വരാമെന്ന്. എവിടേക്കാണ് പോയതെന്നാണ് ചോദിച്ചത്, അല്ലാതെ എന്നോട് പറഞ്ഞു ഇല്ലയെന്നല്ല. നീ എവിടേക്കാണ് പോയതെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ട്. എന്തായാലും ഞാനൊരു സംഭവം പറയാം, നാളെ ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോവുകയാണ് എന്ന് പറയാൻ കേട്ടോ. നാളെ വിശേഷമോ? എന്ത് വിശേഷം? നാളെ ഇവിടേക്ക് കുറച്ച് ആൾക്കാർ വരും എന്ന് പറയാം കേട്ടോ. ആൾക്കാരോ? അതാരാ? അതൊന്നും ഞാനിപ്പോൾ പറയില്ല, അതൊക്കെ നാളെ അറിഞ്ഞാൽ മതി. എന്തായാലും ഞാനൊരു ക്ലൂ തരാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അവരാണ് വരുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ആകാശം എന്നുള്ളതിൻ്റെ ഉദ്ദേശിച്ചിട്ടാണ് മോളെ ആകാശത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അമ്മായിക്കും പ്രമീളയ്ക്കും ഒന്നും മനസ്സിലാവും, ഈ പെണ്ണ് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ പ്രമീളയുടെ അടുത്ത്. അപ്പോൾ സൂര്യനെങ്ങാനാണോ? സൂര്യൻ അതിനൊക്കെ ഇപ്പം ഇവിടെ സൂര്യനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുകയാണേ. എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ നാളെ അറിയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി പ്രീതിനെ അണിയിച്ചൊരുക്കാണ് കേട്ടോ. നല്ല ചുരിദാറൊക്കെ ഇടിയിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ പ്രീതിക്കൊന്നും മനസ്സിലാവും. പ്രീതി ചോദിക്കുകയാണ് എന്താണ് പെണ്ണെ നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും ഇപ്പം പറയാൻ പറ്റൂല, എന്തായാലും ചേച്ചി സുന്ദരിയായിട്ടിരിക്കണം, എല്ലാ പെൺകുട്ടികളൊക്കെ രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായിട്ടിരിക്കണം എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, എന്തായാലും ചേച്ചി ഞാൻ പറയണത് ഇപ്പം അനുസരിച്ചേ മതിയാവുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ചന്ദൻ തൊട്ടിന് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ചന്ദനം തൊടിക്കാൻ പോണേ. ചന്ദനം തൊടിക്കാൻ പോകുമ്പോൾ വേണ്ട ഇനി ചന്ദനം തൊടിക്കണ്ട, നീ എന്താണ് കാര്യം എന്ന് പറഞ്ഞ ശേഷം ചെയ്താൽ മതി എന്നൊക്കെ പറയാനേ. അപ്പോഴേക്കും അവിടെ മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കാറ് വന്ന് നിൽക്കുമ്പോൾ അതേ അവരെത്തിയെന്ന് ശ്രുതി പറയും കേട്ടോ. അവരോ? ആരെത്തി എന്നാണ് നീ പറയുന്നതെന്ന് ശ്രുതിയോട് പ്രീതി ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ് കേട്ടോ, ഒന്നും പറയുന്നില്ല. ഈ സമയത്ത് അമ്മായി അവിടെ പുറത്തേക്ക് വരികയാണ്. ദൈവമേ എൻ്റെ കൃഷ്ണ, ആ സായിറാം കുടുംബത്തിലെ ആൾക്കാരാണല്ലോ ഈ വരുന്നത് എന്ന് പറയുകയാണ്. ഈ സമയത്ത് അവർ അകത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്താണ് ശ്യാം ഇങ്ങനെ മുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അഞ്ജലിനെയും വീട്ടുകാരൊക്കെ കണ്ട വഴി ശ്യാം ഓടി അകത്തേക്ക് തന്നെ കയറുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ പ്രമീളയും വരുന്നുണ്ട്, അമ്മായിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെല്ലാവരും കൂടിയിട്ട് എന്നൊക്കെ അമ്മായി ചോദിക്കുമ്പോൾ അതെ ഞങ്ങളൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്, അപ്പം മധുരം കൊടുത്തിട്ടാണ് സന്തോഷ വാർത്ത പറയേണ്ടത്, അതുകൊണ്ട് അതങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 2 കവറ് ഇങ്ങനെ അമ്മായിരിയിലും പ്രമീളരിയിലും കൊടുക്കാണ് കേട്ടോ. അപ്പം നിറയെ മധുരമാണ്. അപ്പോൾ അത് കയ്യിൽ കൊടുത്തിട്ട് എന്താ വിശേഷം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം. എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് പ്രമീള അകത്തേക്ക് ക്ഷണിക്കാനിട്ട് അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. അശ്വ മാത്രം അവിടെ പോയിട്ടില്ല കേട്ടോ, അകത്തേക്ക് ചെന്നിട്ടില്ല. അങ്ങനെ അവരെല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്. അത് സംസാരിച്ച് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രുതി വാതിലടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. വാതിലടയ്ക്കാൻ വേണ്ടി വരുമ്പോഴാണ് അശ്വിൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയും വാസാറെ അകത്തേക്ക് വാന്ന് പറയും കേട്ടോ. അപ്പോൾ അശ്വിനും പോകും. അശ്വിനോട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അശ്വിനോട് ഇരിക്കാൻ പറയും. അങ്ങനെ അശ്വിനും കൂടെ അവിടെ ഇരിക്കും. എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് ഞങ്ങളൊരു വിശേഷകാര്യം പറയാൻ വന്നതാണ്. അപ്പോൾ അമ്മായി ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ആകാശമോന് വേണ്ടിയിട്ട് പ്രീതിനെ കല്യാണം ആലോചിക്കാൻ വന്നതാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ അമ്മായിയും പ്രമീളൊക്കെ ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇതൊക്കെ അറിയാവുന്ന 2 പേര് ഇവിടെ ഉണ്ട് അല്ലേ ശ്രുതി മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ.
ഇവർ തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയട്ടോ. അപ്പോൾ അമ്മായി എൻ്റെ കൃഷ്ണ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ നോക്കുമ്പോൾ മുത്തശ്ശി പറയും പ്രീതിനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ടാതെ ഇവനാണ് പ്രീതിനെ ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിക്കണം സ്വന്തമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചത്. ആ കുട്ടിക്ക് അതിലൊരു റോളോ ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ പ്രമീളനോട് ചോദിക്കാൻ കേട്ടോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രമീള അതെല്ലാം നിങ്ങളെപ്പോലുള്ള വലിയൊരു കുടുംബത്തിലേക്ക് എൻ്റെ മോളെ എങ്ങനെ അയക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ മനോരം പറയണം അതിനെ കുറിച്ച് ഇപ്പോൾ എന്ത് പറയാനാണ്, എത്ര നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി ഈ എൻ്റെ മോന് പ്രപ്പോസൽ വന്നതാണ് ഫാമിലിയിൽ നിന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒരു പൂവർ ഗേളിനെ കിട്ടാനാണ് എൻ്റെ മോൻ്റെ യോഗം. ഒരു ഡൗറി ചോദിക്കാൻ പോലും തോന്നുന്നില്ല നിങ്ങളോട് എന്നൊക്കെ പറയുകയാണേ. അത് കേൾക്കുമ്പോൾ അമ്മായിക്കൊക്കെ വിഷമാവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, മനോരമയെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറയും മനോരമ ആ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ട, കുട്ടീനെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തരുമെന്ന് മാത്രം ഇവർ പറഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. അത് മനോരമനെ അവർ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അശ്വിനും ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് മനോരമനെ നോക്കുന്നുണ്ട്. അപ്പോൾ പ്രമീള പറയുന്നുണ്ട് നിങ്ങളെപ്പോലെ വലിയൊരു കുടുംബത്തിലേക്ക് എൻ്റെ മോളെ തരുന്നുണ്ട്, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങൾക്ക് പണമോ സ്വത്തോ സമ്പത്തൊന്നും ആവശ്യമില്ല, നല്ല കുട്ടിയായിരിക്കണം, നല്ല വീട്ടുകാരായിരിക്കണം, ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം നിങ്ങൾ നല്ല കുടുംബക്കാരാണ്, അത് മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പോൾ അശ്വിൻ ചായ ഇങ്ങനെ എടുത്ത് ചായ കൊണ്ട് കൊടുക്കും കേട്ടോ. പ്രമീള പോയിട്ട് ചായ ഇടും. അപ്പോൾ ശ്രുതിനോട് അമ്മായി പറയുന്നുണ്ട് മോളെ നീ കൂടെ അടുക്കളയിലേക്ക് ചെല്ലുമെന്ന് പറയും. അപ്പോൾ ചായ കൊണ്ടുവരുമ്പോഴത്തേക്ക് ശ്രുതി കിച്ചണിലേക്ക് പോകും. അപ്പോൾ ചായ പ്രീതി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക. ആദ്യം അശ്വിന് കൊടുക്കുമ്പോൾ അശ്വിന് ആകാശിനോട് പറയും എടുക്കാനായിട്ട്. അങ്ങനെ അവരെല്ലാവർക്കും ചായ കൊടുത്തിട്ട് അശ്വിനെ കുടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ ഷർട്ടിലേക്ക് കുറച്ച് ചായ പോകുകയാണ്. അയ്യോ ശ്രുതി മോളെ ഒരു തുണി എടുത്തുണ്ടെന്നേ തുടയ്ക്കാൻ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും വേണ്ട ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ കിച്ചണിലേക്ക് പോകാൻ കേട്ടോ. എന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് എത്തിച്ച് നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, എക്സ്ക്യൂസ് മീ എന്നൊക്കെ വിളിക്കാൻ കേട്ടോ. ശ്രുതി എന്ന് വിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് കാണാണ്ടാകുമ്പോൾ ഓ ചേ എവിടെ പോയി കിടക്കണം കാണാനില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ശ്രുതി വരിക, ആ സാറെന്താ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഷർട്ടിൽ കുറച്ച് ചായ പോയി, ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും തുടയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാം കേട്ടോ. അതെന്താ ഞാൻ തുടച്ചുതരാൻ പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഒരു തുണി എടുത്തിട്ട് തുടയ്ക്കാൻ കേട്ടോ. ആ തുണിമേലാണെങ്കിൽ നിറച്ച് മഞ്ഞപ്പൊടിയാണ്. അങ്ങനെ തുടയ്ക്കുകയാണ്. മഞ്ഞപ്പൊടി അശ്വിൻ്റെ ഷർട്ടിലൊക്കെ ആവണത് ശ്രുതി ശ്രദ്ധിക്കുന്നില്ല, അശ്വിന് ശ്രദ്ധിക്കില്ല. കാരണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു പ്രണയത്തോട് കൂടിയിട്ട് അശ്വിന് ശ്രുതിനെയും ശ്രുതി അത് തിരിച്ചതേപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് ഷർട്ടിൽ മുഴുവനും മഞ്ഞപ്പൊടി ആയി എന്നുള്ളത്. പെട്ടെന്ന് അയ്യോ എന്ന് വിളിച്ചിട്ട് പിന്നെ പറയും സോറി സാർ എന്ന് പറയും കേട്ടോ. അപ്പം അശ്വിൻ ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോഴാണ് നിറച്ച് മഞ്ഞപ്പൊടി കാണുന്നത്. അപ്പം അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി ശ്രുതി നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.